Good morning, Rajnisa. Good morning. എന്താണ് ആകെ 4 പേരുള്ളൂല്ലോ, 2 പേരും കണ്ടുള്ളൂ അല്ലെ ക്ലാസ്സില്? എന്തുപറ്റി? 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളൊരു കുറച്ച് കുട്ടികൾ മാത്രമാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്തൊക്കെയാവോ? ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പുതിയൊരു ചാപ്റ്റർ അല്ലെ, ചാപ്റ്റർ നമ്പർ 3 ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മള് കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങള്, ട്രെയിനിങ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. ട്രെയിനിങ് എന്താണ്, പിന്നെ ട്രെയിനിങ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അല്ലെ, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ട്രെയിനിങ് പ്രോസസ് അല്ലെ, പ്രധാനമായിട്ടും 5 സ്റ്റെപ്സുകളാണ് ഒരു ട്രെയിനിങ് പ്രോസസ്സിനകത്ത് വരുന്നത്. ഏതൊക്കെയായിരുന്നു 5 സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ഒന്ന് നീഡ്സ് അസസ്മെന്റ് അല്ലെ, അതായത് നീഡ്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യകത നമ്മൾ വിലയിരുത്താണ്. ട്രെയിനിങ് കൊടുക്കണോ, ട്രെയിനിങ് വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഫേസ് ആണ് എന്ത്, നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാലോ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, നമ്മൾ അതിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. പിന്നെ അതിനനുസരിച്ച് കൊണ്ട് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുന്നു അല്ലെ. നമ്മൾ പറയുന്ന സ്റ്റെപ്പ് ആയിരുന്നു ഡിസൈനിങ് ആണ് അല്ലെ, ഡിസൈനിങ്. പിന്നെ പ്ലാൻ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അത് നടപ്പിലാക്കുക അല്ലെ. പ്ലാൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ. അതാണ് ഇംപ്ലിമെന്റേഷൻ. ഓക്കെ, ദെൻ ലാസ്റ്റ് എന്തായിരുന്നു? ഇവാലുവേഷൻ അല്ലെ. ഇവാലുവേഷൻ എന്തിനാണ് നമ്മൾ നടത്തുന്നത്? നമ്മളൊരു ട്രെയിനിങ് പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ഫീഡ്ബാക്ക് എടുക്കണം അല്ല. ആ ഒരു ട്രെയിനിങ് പ്രോസസ്സ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പ്രോസസ്സിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു, ഇതെല്ലാം തന്നെ കണ്ടെത്തുന്നതിനായിട്ട് നമുക്ക് എന്ത് ആവശ്യമാണ്? ഇവാലുവേഷൻ ആവശ്യമാണ്. ഇത്രയും 5 സ്റ്റെപ്പുകളാണ് ഒരു ട്രെയിനിങ് പ്രോസസ്സിനകത്ത് വരുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നീഡ്സ് അസസ്മെന്റ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡിസൈനിങ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഫൈനലി ഇവാലുവേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡുകൾ, ആ ഒരു കേസുകൾ, സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ട്രെയിനിങ് മെത്തേഡ്സ് ആണ് കേട്ടോ. ഇതാണ് ട്രെയിനിങ് മെത്തേഡുകളാണ്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡുകളാണ്. ഇതൊക്കെയാണ് 2 ടൈപ്പ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്, രണ്ടാമത്തത് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ട്രെയിനിങ് മെത്തേഡുകൾ പ്രധാനമായിട്ടും 2 ടൈപ്പുകളാണ് ഉള്ളത്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും. ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. ആദ്യം ഇത് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ട്രെയിനിങ് ടേക്സ് പ്ലേസ് ഇൻ ദ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് അല്ലെ. അതായത് ഒരു എംപ്ലോയി അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് സിറ്റുവേഷനിൽ നിന്ന് തന്നെ അവർ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിങ് നേടുന്നതിനെയാണ്, ആ പരിശീലനം നേടുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ആണ്, അതായത് ട്രെയിനിങ് എടുത്തിട്ട് വന്ന് ജോലിയിൽ കയറുകയല്ല ചെയ്യുന്നത്. പകരം എന്താണ്? ജോലി ചെയ്തുകൊണ്ട് തന്നെ എംപ്ലോയി എന്താണ്? അതിനുള്ള പരിശീലനം അഥവാ ട്രെയിനിങ് നേടുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് എന്താണ്? ട്രെയിനിങ് ടേക്സ് പ്ലേസ് ഇൻ ദ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ്. അവരുടെ ആ ഒരു ആക്ച്വൽ, ആ ഒരു ജോലി ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ലഭിക്കുകയാണ്?
ട്രെയിനിങ് അവർക്ക് ലഭിക്കുകയാണ്. ഓക്കെ, അതാണ് എന്ത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ ട്രെയിനിങ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ പുറത്തായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന ട്രെയിനിങ് നടക്കുന്നത്. അതിനെയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഇവ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. ഓക്കെ, കിട്ടിയോ? പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായല്ലോ? അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോ ആദ്യം ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന്റെ പ്രത്യേകത നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് ആൾസോ നോൺ ആസ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് എന്നും അറിയപ്പെടുന്നു കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് എന്താണ്? ജോബ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, പിന്നെ എന്താണ്? ദിസ് ട്രെയിനിങ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എസ് എ മെത്തേഡ്. ഓക്കെ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. The individual is placed on a regular job and taught about the skills and vital things to perform the job. അവിടെ എങ്ങനെയാണ് ആ ഒരു ഇൻഡിവിജ്വലിനെ നമ്മൾ ഒരു ജോലിയിലേക്ക് പ്ലേസ് ചെയ്യാണ്. അവർ ആ ഒരു ജോലിയിലേക്ക് എൻറ്റർ ചെയ്യുകയും എന്നിട്ടോ ആ ജോലി പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലും കഴിവുകളും നോളജും ഒക്കെ അവര് അതിൽ നിന്നുകൊണ്ട് തന്നെ അക്വയർ ചെയ്യാണ് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ട്രെയിനിങ് നേടുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അവിടെ എന്ന് പറയുമ്പോൾ ട്രെയിനി ലേൺസ് ബൈ ഡൂയിങ് അല്ലെ. ട്രെയിനി ലേൺസ് ബൈ ഡൂയിങ്. ഒരു ട്രെയിനി എന്താണ്? അവര് ലേണിംഗ് ബൈ ഡൂയിങ്. അവര് കാര്യങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ടാണ് അവർ പഠിക്കുന്നത് അല്ലെ. പിന്നെ മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താണ്? ട്രെയിനിങ് ടേക്സ് പ്ലേസ് ഇൻ ദ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റ് അല്ലെ. അവരുടെ ആ ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ആ ട്രെയിനിങ് നേടുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത നമുക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ട്രെയിനീസ് റിസീവ് ദ ഫീഡ്ബാക്സ് ആൻഡ് എക്സ്പീരിയൻസ്. ഫീഡ്ബാക്ക് ആൻഡ് എക്സ്പീരിയൻസ് കൊണ്ട് എന്താണ്? കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊളീഗ്സിൽ നിന്ന് തന്നെ അവർക്ക് എന്താണ്? ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഈ പറയുന്ന ഗൈഡൻസുകളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട്. കാര്യം ഒരു ജോലി ചെയ്തുകൊണ്ടാണ് പരിശീലനം. അപ്പൊ അവരുടെ ജോലിയോടൊപ്പം അവരോടൊപ്പം ഉള്ള കൊളീഗ്സിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൊളീഗ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അവരിൽ നിന്നും ഒക്കെ എന്താണ്? ഇവർക്ക് ഗൈഡൻസും അതുപോലെ തന്നെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇത്രയുമാണ് അതിനകത്ത് ഓർക്കാനുള്ള കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്താണെന്നുള്ളത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? അപ്പൊ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണ് ജോബ് ഇൻസ്ട്രക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ട്രെയിനിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. ഇതിന്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, അതായത് ഈ പറയുന്ന ട്രെയിനീസുകൾ അവർ ജോലി ചെയ്തുകൊണ്ട് തന്നെ പരിശീലനം നേടുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അക്ഷര ഓക്കെ അല്ലേ? ഇനി അടുത്തത് there are some of the on the job training methods കേട്ടോ. ഇനി ഈ പറയുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡില് എന്തൊക്കെ മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. പ്രധാനമായിട്ടും 4 എണ്ണമാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ജോബ് റൊട്ടേഷൻ, 2 കോച്ചിങ്, മൂന്നാമത്തത് ജോബ് ഇൻസ്ട്രക്ഷൻ, 4th വൺ കമ്മിറ്റി അസൈൻമെന്റ്. പഠിച്ചു വെക്കണം കേട്ടോ. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? ജോബ് റൊട്ടേഷൻ, കോച്ചിങ്, ജോബ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കമ്മിറ്റി അസൈൻമെന്റ്. ഇനി ഓരോന്ന് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? ജോബ് റൊട്ടേഷൻ ആണ്. ജോബ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? റൊട്ടേഷൻ എന്ന് കേൾക്കുന്നത് എന്താണ്? അവിടെ നമ്മളൊരു ട്രെയിനിങ് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ്. അതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായി? ജോബ് റൊട്ടേറ്റ് ചെയ്യാണ്. അതായത് ഒരേ ജോലിയിൽ തന്നെ സ്ഥിരമായിട്ട് നിർത്തല്ല, പകരം എന്താണ്? അവിടെ അതൊരു ട്രെയിനിങ് മെത്തേഡ്. ട്രെയിനിങ് മെത്തേഡ് ഇൻ വിച്ച് അവിടെ എന്താണ്? ട്രെയിനീസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്, അതും ഗെയിനിങ് നോളജ് ആൻഡ് എക്സ്പീരിയൻസസ് അല്ലെ. ഈ പറയുന്ന നോളജും എക്സ്പീരിയൻസുകളൊക്കെ
നേടിക്കൊണ്ട് അതും ഇൻ വാരിയസ് റോൾസ് അല്ലെ, അതായത് വിവിധ റോളുകളില് ഈ പറയുന്ന നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഒക്കെ സ്വായത്തമാക്കിക്കൊണ്ട് ഗെയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ട്രെയിനിനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അത്തരം ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ജോബ് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനീസ് ഫ്രം വൺ ജോബ് ടു അനദർ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അവിടെ ട്രെയിനീസിനെ നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. അത് വെറുതെ ട്രാൻസ്ഫർ ചെയ്യല്ല, ബൈ ഗെയിനിങ് ദ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ വാരിയസ് റോൾസ്. വിവിധ റോളുകളിൽ നിന്നുകൊണ്ട് അവർ ഈ പറയുന്ന അവരുടെ അറിവും എക്സ്പീരിയൻസ് ഒക്കെ ഗെയിൻ ചെയ്തുകൊണ്ടാണ് അവരൊരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത്തരം ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡിനെ ജോബ് റൊട്ടേഷൻ എന്നാണ് പറയുന്നത്. Okay. The trainee receives the job knowledge and gains experience from his supervisor or trainer. അപ്പൊ എന്താണ് നമുക്കറിയാത്ത ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സൂപ്പർവൈസറിൽ നിന്നോ അല്ലെങ്കിൽ ട്രെയിനറിൽ നിന്നോ അവർക്ക് ആവശ്യമായിട്ടുള്ള നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസുകളും അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഗിവ്സ് an opportunity to the trainee to understand the complications of employees in other jobs and respect them. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പൊ മറ്റു ജോലികൾ ചെയ്യുന്ന എംപ്ലോയീസിന്റെ കോംപ്ലിക്കേഷൻസ് അല്ലെ, മറ്റു ജോലികൾ ചെയ്യുന്ന എംപ്ലോയീസുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് അല്ലെ, അവരെ ബഹുമാനിക്കാനും അവരെ വാല്യൂ ചെയ്യുന്നതിനുമായിട്ട് ഈ പറയുന്ന ട്രെയിനിങ് മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയാനായിട്ട് കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് നമ്മളൊരു ജോലിയിലോട്ട് പ്രവേശിക്കുകയാണ്. ആദ്യം നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ആ ജോലി നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൽ നിന്ന് നല്ലപോലെ എക്സ്പീരിയൻസ് കിട്ടും അല്ലെ. നമ്മൾ ആ നോളജും സ്കില്ലും ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ നോളജും സ്കില്ലും നമുക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മൾ അതിൽ വളരെ എക്സ്പേർട്ട് ആവും അല്ലെ, നമ്മൾ ആ ഒരു ജോലിയിൽ വളരെയധികം മാസ്റ്റർ ആയിരിക്കും അല്ലെ. പക്ഷെ അങ്ങനെ വരുമ്പോ നമുക്ക് മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ആകുമ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ ഒരുപാട് നോളജ് എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഗെയിൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ നമ്മൾ മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പുതിയൊരു റോളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായ നോളജ് സ്കില്ല് നമ്മൾ ഗെയിൻ ചെയ്യും. ഇങ്ങനെ പല പല റോളുകളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ എക്സ്പീരിയൻസുകൾ നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവരെ നമുക്ക് കുറെ കൂടെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അവരെ വാല്യൂ ചെയ്യാനും അത്തരത്തിലുള്ള മൂല്യങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അത്രയേ ഉള്ളൂ കേട്ടോ. രണ്ടാമത്തതാണ് കോച്ചിങ്. കോച്ചിങ് കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? പരിശീലനം കൊടുക്കലാണ് അല്ലെ. അപ്പൊ എന്താണ് കോച്ചിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അനദർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ആണ്, മറ്റൊരു ട്രെയിനിങ് മെത്തേഡ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സൂപ്പർവൈസർ ആയിരിക്കാം, വിച്ച് ആക്ട് ആസ് എ മെന്റർ ഓർ കോച്ച്. അദ്ദേഹം ഒരു മെന്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോച്ച് ആയിട്ടോ അവിടെ ആക്ട് ചെയ്യുകയും ആൻഡ് ഇതിന് വേണ്ടിയിട്ടാണ് ടു ഗൈഡ് അല്ലെ, ടു ഗൈഡ് ആൻഡ് ഡെവലപ്പ് ദയർ നോളജ് അല്ലെ. അതായത് ഈ പറയുന്ന ട്രെയിനീസിന് അവർക്ക് ഗൈഡൻസ് കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ ആ ഒരു സ്കില്ലും നോളജൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ട് ഒരു കോച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ കോച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്തായിരിക്കാം, ഒരു പ്രൊഫഷണലോ ഒരു സൂപ്പർവൈസറോ ഉണ്ടായിരിക്കും. ഓക്കെ, അതിലെത്തു കൊടുക്കാണ് ട്രെയിനീസിന് ഗൈഡൻസ് കൊടുക്കാണ്. ഓക്കെ, ആ ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതിന് ആവശ്യമായ ട്രെയിനിങ് അല്ല, ഒരു മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ അവിടെ ആ ഒരു വ്യക്തി എന്തായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്? ഒരു കോച്ചായിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയിനിക്ക് ഒരു കോച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു മെന്റർ ആയിട്ടോ ആണ് അവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ. ദാറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ഈസ് കോൾഡ് കോച്ചിങ്. ഓക്കെ, വായിക്കാം. The trainee is assigned to a particular supervisor who acts as a coach in training the individual. കേട്ടോ, അപ്പൊ അവിടെ ട്രെയിനിക്കായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ സൂപ്പർവൈസറിനെ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർവൈസറോ അല്ലെങ്കിൽ പ്രൊഫഷണലോ ആയിരിക്കും. അവരെ ട്രെയിനിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ,
പിന്നെ എന്താണ്, the supervisor provides the feedback to the trainee on his performance. അല്ലെ, ഈ സൂപ്പർവൈസർ എന്ത് ചെയ്യും, ഈ പറയുന്ന ട്രെയിനിന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കും. അതോടൊപ്പം എന്ത് ചെയ്യും, ആൻഡ് പ്രൊവൈഡ്സ് him with some suggestions for improvement. അതുപോലെ അവർക്ക് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സജഷൻസുകള്, നിർദ്ദേശങ്ങളും ആര് പ്രൊവൈഡ് ചെയ്യുന്നു, സൂപ്പർവൈസർ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത്, കോച്ചിങ് എന്ന് പറയുന്നത്. എളുപ്പമുള്ള കാര്യങ്ങളാണ് കോച്ചിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, ജോബ് ഇൻസ്ട്രക്ഷൻ. ജോബ് ഇൻസ്ട്രക്ഷൻ എന്താണ്, ദിസ് മെത്തേഡ് ഈസ് ആൾസോ നോൺ ആസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് എന്നറിയപ്പെടുന്നത് ഏത് മെത്തേഡാണ്, ജോബ് ഇൻസ്ട്രക്ഷൻ മെത്തേഡാണ്. കാര്യം എന്താന്ന് വെച്ചാല്, അണ്ടർ ദിസ് മെത്തേഡ് the trainer explains to the trainee the way of doing the jobs, knowledge and skill, and enables him to do the job. ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ട്രെയിനർ ആ ഒരു ജോലി എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ആ ജോലി ചെയ്യണമെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്, വിശദമാക്കി കൊടുക്കാണ്. അതോടൊപ്പം ആ ഒരു ജോലി ചെയ്യുന്നതിന്, അതിനെ പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലുകളും എല്ലാം തന്നെ ആര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്, ട്രെയിനർ അവർക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്. ഓക്കെ, എന്നിട്ടോ ട്രെയിനർ അപ്രൈസസ് ദ പെർഫോമൻസ്. ട്രെയിനർ എന്ത് ചെയ്യും, ഈ ഒരു ട്രെയിനിയുടെ പെർഫോമൻസിനെ അപ്രൈസ് ചെയ്ത് അവർക്ക് അതിന് വേണ്ട ഫീഡ്ബാക്ക്, അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അതോടൊപ്പം പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ആൻഡ് കറക്റ്റ്സ് ദ ട്രെയിനീസ്. ട്രെയിനിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സജഷൻസുകളും ഇൻഫർമേഷൻസുകളും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ഈസ് കോൾഡ് ജോബ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ജോലി എങ്ങനെ ചെയ്യണം, അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ജോലിയുണ്ട്, ആ ജോബ് എങ്ങനെ ചെയ്യണമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാണ്, വിശദമാക്കി കൊടുക്കാണ്. അങ്ങനെ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലും നോളജും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്നതിലൂടെ ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ആണ് ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, നമ്മൾ മുന്നേ പറഞ്ഞ കോച്ചിങ് ആയിക്കഴിഞ്ഞാലും ജോബ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഒരേപോലെ തന്നെയല്ലേ, ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ, ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ എന്നൊരു സംശയം തോന്നാം. അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ജോലി എങ്ങനെ ചെയ്യണം എന്നല്ല അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അവർക്ക് ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജും സ്കില്ലും ഗൈഡൻസും സജഷൻസും മാത്രമാണ് നമ്മൾ കോച്ചിങ്ങിലൂടെ കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്ത ജോലി ഏത് രീതിയിൽ എങ്ങനെ ആ ജോലി ചെയ്യണം എന്നല്ല അവർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഒരു ജോലി അവർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും നോളജ് ഡെവലപ്പ് ചെയ്യാനും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ മാത്രം, അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ട് മാത്രമാണ് കോച്ചിങ്ങിലൂടെ കൊടുക്കുന്നത്. ഓക്കെ, പക്ഷെ ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതല്ല, ആ ജോലി ചെയ്യുന്നതിന് എങ്ങനെ ആ ജോലി ചെയ്യണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് അവർ തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അവർക്ക് ഓരോരുത്തർ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. നാലാമത്തെ പോയിന്റ് ആണ്, അല്ലെങ്കിൽ നാലാമത്തെ ഒരു മെത്തേഡാണ് കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. കമ്മിറ്റി അസൈൻമെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു എന്തായിരിക്കും, ഒരു ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് അല്ലെ. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ആയിരിക്കും അതിൽ ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കാം. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് റൊട്ടേഷൻ ആണെങ്കിലും കോച്ചിങ് ആണെങ്കിലും ജോബ് ഇൻസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിലും നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് മാത്രമായിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. ഒരു ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. അതേസമയം ഒരു കമ്മിറ്റി അസൈൻമെന്റ്, ഒരു കമ്മിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അവിടെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. Under this method, a group of trainees is tasked to solve an actual organization problem. അതായത് ആ ഒരു ഓർഗനൈസേഷന്റെ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നതിനായിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ചുമതലപ്പെടുത്താണ്. ഒരു ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ ട്രെയിനീസ് എന്ത് ചെയ്യുന്നു, the trainees solve the problem together അല്ലെ. അവരൊരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് ട്രെയിനീസ് എന്ത് ചെയ്യാണ്, ആ ഒരു പ്രോബ്ലത്തിന് പരിഹാരം കണ്ടെത്തുകയും ആൻഡ് ഡെവലപ്പ് ടീം വർക്ക് ആൻഡ് യൂണിറ്റി. അതിലൂടെ അവർക്ക് ഒരു ടീം വർക്ക്, ഒരു യൂണിറ്റി, ഒരു ഐക്യമൊക്കെ അതിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട്
സാധിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ഈസ് കോൾഡ് കമ്മിറ്റി അസൈൻമെന്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്നത്. നിങ്ങൾ ഓർത്തു വെക്കാം, ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന് പറയുന്ന മറ്റൊരു പേരാണ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. ഇവിടെ എന്താണ്, ട്രെയിനീസ് അവരുടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ പരിശീലനം എന്ത് ചെയ്യാണ്, ട്രെയിനിങ് നേടുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതിൽ 4 ടൈപ്പുകളാണ് വരുന്നത്, 4 മെത്തേഡുകൾ ഉണ്ട്. ഒന്ന് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ട്രെയിനീസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ് ഗെയിനിങ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ വാരിയസ് റോൾസ്. അല്ലെ, വിവിധ റോളുകളിൽ നിന്നുകൊണ്ട് നോളജും എക്സ്പീരിയൻസും സ്വായത്തമാക്കി ഒരു ട്രെയിനിങ്ങിനെ നമ്മൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിനെയാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി കോച്ചിങ്ങിൽ എന്താണ് പ്രത്യേകത? ഇൻ കോച്ചിങ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്. അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് സൂപ്പർവൈസർ ഓർ പ്രൊഫഷണൽ ഈസ് അസൈൻഡ് ടു എ ട്രെയിനിങ്, അല്ലെ ട്രെയിനിക്കായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹമാണെങ്കിൽ ആക്ട് ആസ് എ മെന്റർ ഓർ കോച്ച്. അദ്ദേഹം ഒരു ട്രെയിനിക്ക് ഒരു കോച്ചായിട്ടോ ഒരു മെന്റർ ആയിട്ടോ ആക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ജോബ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുക അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് മെത്തേഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ജോബ് ഇൻസ്ട്രക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അവിടെ ഒരു ജോലി എങ്ങനെ ചെയ്യണം, ആ ജോലി എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്ക് വളരെയധികം വിശദമാക്കി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് കോൾഡ് ജോബ് ഇൻസ്ട്രക്ഷൻ. കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന്, ഒരു ഓർഗനൈസേഷന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ആ ട്രെയിനീസ് എന്ത് ചെയ്യാൻ, ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ഗ്രൂപ്പായി നിന്നുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാണ്, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു. അതിലൂടെ അവരുടെ ഒരു ടീം വർക്കും അതുപോലെ തന്നെ യൂണിറ്റി ഐക്യമൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ നിങ്ങളോട് ചോദിക്കാം, ഒരു ജോബ് റൊട്ടേഷൻ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും ഇത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് ജോബ് റൊട്ടേഷനിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കൂ, ആ 4 മെത്തേഡുകൾ ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കി. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ട്രെയിനിങ് മെത്തേഡിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വ്യത്യാസം എന്താണ്, ഇവിടെ ട്രെയിനിങ് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ പുറത്ത് നിന്നുകൊണ്ടാണ് അവർ ട്രെയിനിങ് നടത്തുന്നത്, അല്ലെങ്കിൽ അവർ പുറത്ത് നിന്ന് പരിശീലനം നേടിക്കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് അല്ലെ. അല്ലാണ്ട് ജോലി ചെയ്തുകൊണ്ടാണോ പരിശീലനം നേടുന്നത്? അല്ല, ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അവർ എന്ത് ചെയ്യാണ്, പുറത്ത് നിന്ന് ഓർഗനൈസേഷൻ പുറത്ത് നിന്നുകൊണ്ട് അവർ നേടുന്നു. എന്നിട്ടോ അതിനുശേഷം അവർ ജോലിയിൽ ജോയിൻ ചെയ്ത് ആ ജോബ് അവർ ചെയ്യും. ഓക്കെ, അതാണ് എന്ത് ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് the training is removed from the job setting. ട്രെയിനിങ്ങിനെ നമ്മൾ ആ ജോബ് സെറ്റിങ്ങിൽ നിന്ന് മാറ്റി നിർത്താണ്. എന്ന് പറഞ്ഞ ജോലിയിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉടനടി നമ്മൾ പ്രവേശിപ്പിക്കുന്നില്ല അല്ലെ. അവിടെ നിന്നും അവരെ മാറ്റി നിർത്തുന്നുണ്ട്. ആൻഡ് കോൺസെൻട്രേറ്റ്സ് ഓൺ ലേണിംഗ് ദ മെറ്റീരിയൽ റിലേറ്റഡ് ടു ഹിസ് ഫ്യൂച്ചർ ജോബ് പെർഫോമൻസ്. അതിനുശേഷം അവർക്ക് ആ ഒരു ഫ്യൂച്ചറിൽ ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ലേണിംഗ് മെറ്റീരിയലിന് അവർക്ക് എന്താണ്, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കുന്നത്. then അവര് ട്രെയിനിങ് നേടിക്കഴിഞ്ഞാൽ മാത്രം അവരെവിടേക്ക് പ്ലേസ് ചെയ്യാണ്, ജോലിയിലേക്ക് പ്ലേസ് ചെയ്യാണ്. ദാറ്റ് ഈസ് കോൾഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്. അപ്പൊ ഓരോന്ന് എന്താന്ന് നോക്കാം. ദീസ് ആർ സം ഓഫ് ദ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമുക്ക് 5 പോയിന്റുകളാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് 5 എണ്ണമാണ്. ഫസ്റ്റ് വൺ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, സെക്കൻഡ് വൺ റോൾ പ്ലേയിങ്, തേർഡ് വൺ ലെക്ചർ മെത്തേഡ്, ഫോർത്ത് വൺ കോൺഫറൻസ് ആൻഡ് ഫിഫ്ത് വൺ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ആ പോയിന്റുകൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതൊക്കെയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, റോൾ പ്ലേയിങ്,
ലെക്ചർ മെത്തേഡ്, കോൺഫറൻസ്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. ആദ്യം തന്നെ ആ ഒരു വാക്കൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ സ്മോൾ റൂം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ചെറിയൊരു റൂം അല്ലെങ്കിൽ എൻട്രൻസ് ഓഫ് എ ബിൽഡിംഗ് എന്നൊക്കെ നമുക്ക് പറയാം. വലിയൊരു ബിൽഡിങ്ങിന്റെ എൻട്രൻസ് ഏരിയ അല്ലെങ്കിൽ ചെറിയ സ്മോൾ റൂം, അതിനെയൊക്കെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ വാക്കുകൊണ്ട് വരാൻ റീസൺ ഉണ്ട്. ആദ്യം അത് പറയാം, എന്നിട്ട് വായിക്കാം. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? അതായത് ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിനെ നമ്മൾ ഒരു ക്ലാസ് റൂമിനകത്തേക്ക് റീക്രിയേറ്റ് ചെയ്യാണ്. മനസ്സിലായോ? അതായത് ഒരു ആക്ച്വൽ ആയിട്ടുള്ള അതായത് വർക്ക് എൻവയോൺമെന്റിനെ നമ്മൾ ഒരു ക്ലാസ് റൂമില്, അതുകൊണ്ടാണ് ചെറിയ റൂം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ക്ലാസ് റൂമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ റീക്രിയേറ്റ് ചെയ്യണം. അപ്പൊ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ശരിക്കും അതേപോലെ തന്നെ അവര് ഏത് ജോലിയിലാണ് അവർ പ്രവേശിക്കാൻ പോകുന്നത് അതേപോലെ അതേ ജോലിയുടെ തന്നെ നമ്മളൊരു ക്ലാസ് റൂമിൽ ജസ്റ്റ് റീക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയലുകള്, ഫയലുകള്, എക്യുപ്മെന്റ്സുകൾ എല്ലാം തന്നെ ആ ഒരു ട്രെയിനിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് മെത്തേഡിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം. ഇൻ ദിസ് മെത്തേഡ് ആക്ച്വൽ വർക്ക് കണ്ടീഷൻസ് ആർ റീക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട. ആ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ ഓരോ ട്രെയിനിങ്ങിനും അത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണെങ്കിലും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എടുക്കണം. എല്ലാത്തിനും ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ? എല്ലാം ഒരുപോലെയല്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെ? അപ്പൊ ചിലപ്പോൾ അത് തന്നിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക അത് ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണെന്നായിരിക്കും നിങ്ങളോട് ചോദിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ ഒരു മെത്തേഡില് നമ്മൾ ആക്ച്വൽ വർക്ക് കണ്ടീഷൻസിൽ നമ്മളൊരു ക്ലാസ് റൂമിൽ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പിന്നെയോ മെറ്റീരിയൽസ്, ഫയൽസ് ആൻഡ് നീഡഡ് എക്യുപ്മെന്റ് ആർ ആൾസോ യൂസ്ഡ് ഇൻ ട്രെയിനിങ്. ഈ ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മെറ്റീരിയലുകളും ഫയലുകളും എക്യുപ്മെന്റ്സുകളും എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ എന്ത് ചെയ്യാണ്? ആ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ മെറ്റീരിയലുകളും ഫയലുകളും എക്യുപ്മെന്റ്സുകളും എല്ലാം നമ്മൾ അതിന്റെ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അതാണ് എന്റെ പ്രത്യേകത കേട്ടോ. ഇനി ദിസ് ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ ട്രെയിനിങ് പേഴ്സണൽ ഫോർ ക്ലറിക്കൽ ആൻഡ് സെമി സ്കിൽഡ് ജോബ്സ് കേട്ടോ. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മള് എല്ലാ ആളുകൾക്കും കൊടുക്കാറില്ല. പൊതുവെ എന്താണ് ക്ലറിക്കൽ സ്റ്റാഫുകള്, ട്രെയിനിങ് പേഴ്സണൽ ഫോർ ക്ലറിക്കൽ, ഇത് ക്ലറിക്കൽ ജോബുകളൊക്കെ ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകൾ അല്ലെ, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകള്, ക്ലറിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യാൻ പോകുന്ന പേഴ്സണൽസ്, അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ സെമി സ്കിൽഡ് ജോബ്സ്, സെമി എന്ന് പറയുമ്പോൾ പകുതിയാണെന്ന് അറിയുന്നത്. സെമി സ്കിൽഡ് ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അതായത് അത്തരം ജോലികൾക്ക് നമുക്ക് ചെറിയ രീതിയിലുള്ള എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഒക്കെ ആവശ്യമാണ്. ഓക്കെ, എന്റെ രീതിയിൽ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ട്രെയിനിങ്ങോ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രിയോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ഓക്കെ, അത്തരത്തിലുള്ള ജോലികളെയാണ് നമ്മൾ സെമി സ്കിൽഡ് ജോബ് എന്ന് പറയുന്നത് കേട്ടോ. സെമി പകുതി മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ജോലി ചെയ്യാനായിട്ട് ചെറിയ രീതിയിലുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ ട്രെയിനിങ്ങും ആവശ്യമുണ്ട്, ചെറിയ രീതിയിൽ കേട്ടോ. എന്ത് കരുതിയിട്ട് എന്ത് വേണ്ട, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിഗ്രീസോ അങ്ങനെയൊന്നും അവർക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ജോലികൾക്കും അതുപോലെ ക്ലറിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളൊക്കെ ചെയ്യാൻ പോകുന്ന അത്തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് കൊടുക്കുന്നത് കേട്ടോ. ക്ലിയർ ആയല്ലോ? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്താണെന്നുള്ളത്. രണ്ടാമത്തതാണ് റോൾ പ്ലേ. നമ്മൾ പറയില്ലേ റോൾ പ്ലേ ചെയ്യാൻ പറയുന്നത് എന്താണ്? നമ്മൾ ആക്ട് ചെയ്യാണ് അല്ലെ, നമ്മൾ അവിടെ ആക്ട് ചെയ്യാണ്, അതിനെയാണ് റോൾ പ്ലേ ചെയ്യാന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് റിയലിസ്റ്റിക് ബിഹേവിയർ ഇൻ എ ഇമാജിനറി സിറ്റുവേഷൻ. ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇന്ററാക്റ്റീവ് ലേണിംഗ് ആണ്. റോൾ പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. ഇന്ററാക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വളരെയധികം എന്താ പറയുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇടപെടുന്ന തരത്തിലുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ് ഇത് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് റിയലിസ്റ്റിക് ബിഹേവിയർ ഇൻ ആൻ ഇമാജിനറി സിറ്റുവേഷൻ.
ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ആക്ച്വൽ വർക്ക് എൻവിയോൺമെന്റിനെ നമ്മൾ ഒരു ഇമാജിനറി സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരികയാണ്. അതായത് ആ ഒരു വർക്ക് എൻവിയോൺമെന്റ് ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇമാജിനറിയില്, അതായത് ഒരു സാങ്കല്പികമായിട്ടൊരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സാങ്കല്പികമായിട്ടൊരു സിറ്റുവേഷൻ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറിലൂടെ എന്താണ് അത്തരത്തിലുള്ള റിയലിസ്റ്റിക് ബിഹേവിയറിലൂടെ അവരെ ആക്ട് ചെയ്യാണ്. ഓക്കെ, നമ്മള് റിയൽ ആയിട്ട് ആ ഒരു ജോലി ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ആളുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്, അത് നമ്മൾ സാങ്കല്പികമായിട്ട് എടുക്കുകയാണ്. ഇമാജിനറി സിറ്റുവേഷനിൽ കണ്ടുപിടിച്ച് റിയലിസ്റ്റിക് ബിഹേവിയറിന്, ഓക്കെ, റിയലിസ്റ്റിക് ബിഹേവിയർ അവിടെ എങ്ങനെയായിരിക്കും ആളുകൾ പെരുമാറുന്നത് അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ട് എന്താണ് ആ ഒരു രീതിയിൽ ആക്ട് ചെയ്യാണ്. അതാണ് റോൾ പ്ലേ ചെയ്യാന്ന് പറയുന്നത്. അവിടെ ആക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് മെത്തേഡാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഫോക്കസസ് ഓൺ പ്രാക്ടിക്കൽ ആക്ഷൻ ബേസ്ഡ് ലേണിംഗ്. കേട്ടോ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ ലേണിംഗ് ആണ്. ശരിക്കും ഹാൻഡ്സ് ഓൺ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ രീതിയിലുള്ള ഒരു ലേണിംഗ് ആണ് അല്ലെ, പ്രായോഗികമായിട്ടൊരു പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷൻസിലൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലൂടെയാണ് ആ ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ ആക്ട് ചെയ്യാണ്, റോൾ പ്ലേ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് നമ്മൾ സാധാരണ പൊതുവെ എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ ആൻഡ് റിലേഷൻസ്. ഇന്റർപേഴ്സണൽ റിലേഷൻസ് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളിലും അതുപോലെ തന്നെ റിലേഷൻസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് വളരെയധികം സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു ജോലിയിൽ കയറുന്ന സമയത്ത് പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളായിരിക്കും അവിടെ വരുന്നുണ്ടാവുക, പല ടൈപ്പ് ഓഫ് ആളുകൾ അല്ലെ, അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നമുക്ക് ഡീലിങ്സ് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ഇന്റർപേഴ്സണൽ ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ, വ്യത്യസ്ത ആളുകളുമായിട്ട് വ്യത്യസ്ത കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആളുകളുമായിട്ട് പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാനും നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സാധിക്കണം. അത്തരത്തിലുള്ള എന്താ പറയാ വാല്യൂസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു റോൾ പ്ലേയിങ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് വളരെയധികം സഹായിക്കുന്നു കേട്ടോ. ഓക്കെ, ഇത്രയും. മൂന്നാമത്തെ എന്താണ്? ലെക്ചർ മെത്തേഡ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് എന്താണ്? ലെക്ചർ മെത്തേഡാണ്. ഞാൻ ഇവിടെ ഇരുന്നൊരു കണ്ടന്റ് ലേണിംഗ് മെറ്റീരിയൽ എന്റെ കയ്യിലുണ്ട്, അത് വെച്ച് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. തിയററ്റിക്കൽ ക്ലാസ് തന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കുന്നു. ഇതാണ് എന്ത്? ലെക്ചർ മെത്തേഡ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത നോക്കി. ദ ലെക്ചർ ഈസ് എ ട്രഡീഷണൽ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ളതാണ് അല്ലെ, ഏറ്റവും പഴയതായിട്ടുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്? ലെക്ചർ മെത്തേഡ്. അല്ലാണ്ട് എന്തായാലും അവിടെ വല്ല പ്രാക്ടിക്കൽസോ ഹാൻഡ് ഓൺ ലേണിംഗോ അവിടെ എന്തെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുള്ള ഒരു ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്? അല്ല, ഒരു ലേണിംഗ് മെറ്റീരിയൽ ഉണ്ട്, അതവിടെ ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ലെക്ചറർ ഉണ്ടായിരിക്കും, അവരത് തിയററ്റിക്കായിട്ട് എന്താണ് കണ്ടിന്യൂസ് അവരോട് ഒരു ലെക്ചർ രീതിയിൽ അവര് പ്രസന്റ് ചെയ്യും. അത്രേ ഉള്ളൂ അല്ലെ. ഓക്കെ, അതുകൊണ്ടാണ് അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് അറിയപ്പെടുന്നത്. ഏതാണെന്ന് വെച്ചാൽ അത് lecture method ആണ്. Okay, the instructor organizes the material and gives it to a group of trainees in the form of a verbal lecture. അത്രേ ഉള്ളൂ അല്ലെ. അവിടെ എന്താണ്? ആ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അദ്ദേഹം ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ അത് എന്താണോ പഠിക്കാനുള്ള ആ ഒരു മെറ്റീരിയൽ അവര് ഓർഗനൈസ് ചെയ്ത് അതൊരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിന് എങ്ങനെ കൊടുക്കാണ്? വെർബൽ ലെക്ചർ ആയിട്ട്, അതായത് വെർബലി അവര് പ്രസന്റ് ചെയ്യാണ്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ അതായത് വെർബലി അവര് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെ. ഓക്കെ, പക്ഷെ ഇതിന് അത് നമ്മൾക്ക് കേൾക്കുമ്പോൾ വളരെ ട്രഡീഷണൽ ആണ്, അതുകൊണ്ട് വേറെ വലിയ ബെനിഫിറ്റ് കിട്ടാനില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഈ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് എവിടെ സൂട്ടബിൾ ആണെന്നാണ് പറയുന്നത്? ദിസ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ടു ട്രെയിൻ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ്. അതായത് ഒരു കൂട്ടം ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ് ആണ്. കാര്യം ഒരുപാട് ട്രെയിനീസുകൾ വരികയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെ കൊണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യിക്കാനും അല്ലെ, എന്തെങ്കിലും പ്രോജക്റ്റുകളോ അതൊക്കെ ചെയ്യിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ട്രെയിനീസ് ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും നല്ല ട്രെയിനിങ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ അത് ലെക്ചർ മെത്തേഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ,
നാലാമത്തെയാണ് കോൺഫറൻസ്. കോൺഫറൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം, കോൺഫറൻസ് ആണെന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ ഉണ്ടായിരിക്കും അല്ലെ? അതാണ് എന്ത് കോൺഫറൻസ് എന്ന് പറയുന്നത്. അപ്പോ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് ആണ്. അവിടെ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യാണ്? ഷെയർ ദെയർ എക്സ്പീരിയൻസ് അല്ലെ, ഷെയർ ദെയർ ഐഡിയാസ്, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ദ ഫാക്ട് ആൻഡ് ഡ്രോ ദ കൺക്ലൂഷൻ അല്ലെ. അങ്ങനെയാണ് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ. അവിടെ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അവരെന്ത് ചെയ്യാണ്? അവർ ഷെയർ ദെയർ ഐഡിയാസ്, അവരുടെ ഐഡിയാസ് അവർ ഷെയർ ചെയ്യുന്നു, പല ഫാക്ടുകളെ അവരെ വിലയിരുത്തുന്നു, അതിലൂടെ അവര് ഫൈനലി ഒരു ഡ്രോ എ കൺക്ലൂഷൻ, ഫൈനൽ അവരെ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നു. ആ ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് എന്ത് കോൺഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? അതായത് ഏതുപോലെയാണ് നമ്മള് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ ഒരു കമ്മിറ്റി അസൈൻമെന്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ കോൺഫറൻസ്. അതും ഒരു ഗ്രൂപ്പാണല്ലോ, ഇവിടെയും അതൊരു ഗ്രൂപ്പാണ് കേട്ടോ. നോക്കാം, ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. അത് അണ്ടർലൈൻ ചെയ്തിരിക്കാം. നമ്മൾ ഈ പറയുന്ന ട്രെയിനിങ് മെത്തേഡുകള് എല്ലാം തന്നെ എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചില മെത്തേഡുകൾ ചില പ്രത്യേകമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് മെത്തേഡാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ. മനസ്സിലായത്? ക്ലറിക്കൽ സ്റ്റാഫുകള്, ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകൾ ചെയ്യാൻ പോകുന്ന, പേപ്പർ വർക്ക് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന സ്റ്റാഫുകള്, അതുപോലെ തന്നെ പ്രൊഫഷണൽ സ്റ്റാഫുകള്. പ്രൊഫഷണൽ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഏതെങ്കിലും സ്പെസിഫിക് ഏരിയയില് എക്സ്പേർട്ട് ആയിട്ട് വേണ്ട ചില സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള പ്രൊഫഷണൽ സ്റ്റാഫുകള്. പിന്നെ സൂപ്പർവൈസറി പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടീം ലീഡേഴ്സ്, അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർവൈസറി മാനേജറിയൽ റോളുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകള്, അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, this involves a group of people who put forth ideas, examine and share concepts, ideas, assumption and draw a conclusion. ഇത്രയേ ഉള്ളൂ. അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരിക്കും, അവരവരുടെ ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്യുന്നു, പല ഫാക്ടുകളെ അവർ എക്സാമിൻ ചെയ്യുന്നു, അങ്ങനെ ഫൈനലി ദേ ഡ്രോ ദ കൺക്ലൂഷൻ. ഫൈനലി അവരൊരു കൺക്ലൂഷനിലൂടെ, ഒരു നിഗമനത്തിലൂടെ അവര് എത്തുകയാണ്. ഓക്കെ, അപ്പോ ദ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓഫ് ദ പേഴ്സൺ ഹു ലീഡ്സ് ദ ഗ്രൂപ്പ് determines the success of this method കേട്ടോ. അപ്പൊ ആ ഒരു ഗ്രൂപ്പിനെ നയിക്കുന്ന ആ ഒരു ലീഡർ ആരാണോ, ആ ഒരു ലീഡറിന്റെ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ് ആ ഒരു മെത്തേഡിന്റെ ആ ഒരു സക്സസ് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുന്നത്. ആ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ ഏബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മെത്തേഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഏബിൾ ആയിരിക്കണം. ആ ലീഡറിന്റെ എബിലിറ്റിക്ക് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡിന്റെ സക്സസ് തീരുമാനിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് കോൺഫറൻസ്. ഇനി അഞ്ചാമത്തെ വരുന്നതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ പറയുന്ന എന്താണ് ചില ഒരു ലേണിംഗ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ ദാറ്റ് ഈസ് പ്രസന്റഡ് ഇൻ ഈ പറയുന്ന സീക്വൻഷ്യൽ ഓഫ് സ്മോൾ സ്റ്റെപ്സ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണിത്. നമ്മൾ ആ ലേണിംഗ് മെറ്റീരിയൽ ഒരു സീക്വൻഷ്യൽ ആയിട്ട്, ഒരു ശ്രേണി രീതിയിൽ, അത് എന്താണ് ഒരു സീക്വൻഷ്യൽ ഓഫ് സ്മോൾ സ്റ്റെപ്പ് ആയിട്ട്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഒരു സീക്വൻസ് ആയിട്ട്, ഒരു ശ്രേണിയായിട്ട് നമ്മൾ ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണം. അതാണ് എന്ത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ഇൻ റീസെന്റ് ഇയേഴ്സ് ദിസ് മെത്തേഡ് ഹാസ് ബിക്കം പോപ്പുലർ and the subject matter learned is being presented in a carefully planned sequential series. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, carefully planned sequential series. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ് കേട്ടോ. അതായത് അവിടെ ആ ഒരു ലേണിംഗ് മെറ്റീരിയൽ എന്ത് ചെയ്യാണ്, അത് വളരെ കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു സീക്വൻഷ്യൽ സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്ന ഒരു ശ്രേണി രീതിയിലാണ് ആ ഒരു ലേണിംഗ് മെറ്റീരിയലിനെ ട്രെയിനീസിന് നമ്മൾ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാല് അത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് കേട്ടോ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ്. പക്ഷെ എന്താന്ന് വെച്ചാല് ദിസ് മെത്തേഡ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ്. അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് വളരെയധികം എക്സ്പെൻസീവ് ആണ്, ചെലവേറിയതാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അത് അത്തരം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളാണ്. അത് മാത്രമല്ല വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്, ഒത്തിരി സമയം എടുക്കും.
കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, കെയർഫുള്ളി പ്ലാനിങ് സീക്വൻഷ്യൽ സീരീസ്. നമ്മൾ ഈ ലേണിംഗ് മെറ്റീരിയൽ ഒരു സീക്വൻഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ്, സീക്വൻഷ്യൽ ഓഫ് സ്മോൾ സ്റ്റെപ്പ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. അത് നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റില്ല, വളരെയധികം പ്ലാനിങ് അവിടെ ആവശ്യമാണ്. പ്ലാനിങ്ങും റൈറ്റിങ്ങും ഇവാലുവേഷനും ഒക്കെ ആവശ്യമാണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ ധാരാളം സമയം എടുക്കും. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത്രയും കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് അത് എഴുതി തയ്യാറാക്കി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആണ്. പിന്നെ പ്രോഗ്രാമിഡ് ലേണിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അത് വളരെയധികം എക്സ്പെൻസീവ് ആണ്. എന്നുവെച്ചാൽ വളരെയധികം ചെലവേറിയ മെറ്റീരിയൽസുകളാണ്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡിനകത്ത് വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഫസ്റ്റ് വൺ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ക്ലാസ് റൂമിൽ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് മെത്തേഡ്. ഇതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. റോൾ പ്ലേയിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിനെ നമ്മളൊരു ഇമാജിനറി സിറ്റുവേഷനിൽ കൊണ്ടുവരികയും അവിടുത്തെ റിയലിസ്റ്റിക് ബിഹേവിയറിലെ ഇൻഡിവിജ്വൽസിനെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ലെക്ചർ മെത്തേഡിൽ എന്താണ്, ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും, അത് ലേണിംഗ് മെറ്റീരിയൽ എന്താണ് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയർ ദെയർ ഐഡിയാസ് ആൻഡ് എക്സാമിൻ ദെയർ ഫാക്ട്സ് ആൻഡ് ഡ്രോ ദ ഫൈനൽ കൺക്ലൂഷൻ. ഓക്കെ, പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് മെറ്റീരിയൽസ് പ്രസന്റഡ് ആയിട്ട് കെയർഫുള്ളി പ്ലാനഡ് സീക്വൻഷ്യൽ സീരീസ് ഓഫ് സ്മോൾ സ്റ്റെപ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതിൽ പറയുന്ന എല്ലാ മെത്തേഡും എല്ലാവർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചില ട്രെയിനിങ് മെത്തേഡുകൾ നമുക്ക് ചില ക്ലറിക്കൽ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ സൂപ്പർവൈസറി റോളുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ചില ട്രെയിനിങ്ങുകൾ കേട്ടോ. അതൊക്കെ ഒന്ന് വായിക്കേണ്ട ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ആരും ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് അറിയില്ല. നിങ്ങള് പല വീഡിയോ ഓഫ് ചെയ്ത് വെക്കുന്നു, നമ്മൾ ഇവിടുന്ന് ക്ലാസ് കൊടുക്കുന്നു. അപ്പോ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു തപ്പടിച്ചാലും മതി, കുഴപ്പമില്ല. അടുത്തത് കേട്ടോ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസമാണ്. കഴിഞ്ഞ 2 ക്ലാസ്സിലും ഈ ഒരു ക്ലാസ് ഉൾപ്പെടെ നമ്മൾ ട്രെയിനിങ്ങിനെ പറ്റിയിട്ടാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ട്രെയിനിങ് എന്താണെന്നുള്ളത് ഓക്കെ, നമുക്കിപ്പോ ക്ലിയർ ആണ്. ഇനി ഡെവലപ്മെന്റ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കണം അല്ലെ? എന്നിട്ട് വേണം അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാനായിട്ട്. അപ്പൊ ട്രെയിനിങ് നമ്മൾ പഠിച്ച അതേ കാര്യങ്ങളാണ് നോക്കാം കേട്ടോ. ട്രെയിനിങ്ങിന്റെ കുറച്ച് പോയിന്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ട്രെയിനിങ് റെഫേഴ്സ് ടു എൻ എഡ്യൂക്കേഷൻ പ്രോസസ്. എന്താണ്? ഇറ്റ് ഈസ് എൻ എഡ്യൂക്കേഷൻ പ്രോസസ്. അതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആയിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത് കേട്ടോ. അവിടെ എങ്ങനെയാണ്? ഇൻ വിച്ച് ദ എംപ്ലോയീസ് ഗെറ്റ് എ ചാൻസ് ടു ഡെവലപ്പ് സ്കിൽസ്, കോമ്പീറ്റൻസി ആൻഡ് ലേണിംഗ് ആസ് പെർ ദ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ് കേട്ടോ. അതായത് ഒരു എംപ്ലോയി അല്ല, ഒരു ട്രെയിനി, അയാള് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകൾ അല്ലെ, കഴിവുകള്, അതുപോലെ തന്നെ നോളജ്, അതെല്ലാം തന്നെ എന്താണ് വികസിപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കണക്കാക്കുന്നത്? ട്രെയിനിങ്ങിനെ കണക്കാക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ട്രെയിനിങ് ഈസ് എ എഡ്യൂക്കേഷൻ പ്രോസസ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി എന്താണ്? So simply we can say it is a process of increasing knowledge and skills of an employee. Underline ചെയ്യാം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ സിംപിളി നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് എൻ എംപ്ലോയി. ഒരു എംപ്ലോയിയുടെ നോളജും സ്കിൽസും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രെയിനിങ് ഈസ് പെർഫോംഡ് ഫോർ ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽസ് that are needed to carry out their existing jobs. Okay, നിലവിലുള്ള ജോലികൾ ചെയ്യാനായിട്ടുള്ള ഒരു അറിവും കഴിവും ഒക്കെ അതിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. That's why it is a short term or short term focused. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കെ, അതൊരു പോയിന്റ് ആണ്. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഗോള്
അല്ലെ, ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. നമ്മളൊരു ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാസ്ക് കൊടുത്തു, ആ ഒരു ടാസ്ക് ചെയ്യാൻ അതൊരു ഇമീഡിയറ്റ് ഗോൾ ആണ്, പെട്ടെന്നുണ്ടായ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ലക്ഷ്യമാണ് അല്ലെ. അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ലോങ് ടേം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, ഒരു പെട്ടെന്ന് ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു എന്താ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗോളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ. പിന്നെ മാത്രമല്ല ഇറ്റ് ആൻഡ് ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ, അതായത് ട്രെയിനിങ് ഹാസ് എ ഫിക്സഡ് ഡ്യൂറേഷൻ അല്ലെ. ട്രെയിനിങ്ങിന് ഒരു ഫിക്സഡ് കാലയളവുണ്ട്, നിശ്ചിത കാലയളവുണ്ട് അല്ലെ. ഒരു പെർട്ടിക്കുലർ സമയത്ത് അത് തുടങ്ങുന്നു, ഒരു പെർട്ടിക്കുലർ സമയത്ത് അത് അവസാനിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ ഫിക്സഡ് ഡ്യൂറേഷൻ, അതിനൊരു ഫിക്സഡ് ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്, മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. അതൊരു പോയിന്റ് ആണ്. ഇനി ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ മാനേജ്മെന്റ്. അതൊരു മാനേജ്മെന്റ് തുടക്കം കുറിക്കുന്ന ഒരു കാര്യമാണ് ട്രെയിനിങ് അല്ലെ. അതായത് നമുക്കറിയാം, നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യണമെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണെന്നുള്ളത് തീരുമാനം ആരുടേതാണ്, ആ മാനേജ്മെന്റിന്റെയാണ് അല്ലെ. മാനേജ്മെന്റിനെ സംബന്ധിച്ച് ആ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ മാനേജ്മെന്റ് ആണ് ട്രെയിനിങ്ങിന് എന്ത് കൊടുക്കുന്നത്, ട്രെയിനിങ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ആരാണ്, മാനേജ്മെന്റ് ആണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല് ദ ട്രെയിനിങ് ഈസ് എന്താണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെ. ഈ പറയുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ധാരാളം എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. എന്താ അവിടെ ഉദ്ദേശിക്കാൻ കാരണം, നമുക്കിപ്പോ ഒരു ട്രെയിനിങ് കിട്ടണം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കൊടുക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം, പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം. ഇപ്പൊ കമ്പനിക്ക് തോന്നുകയാണ്, ഇപ്പൊ കമ്പനിയുടെ റിക്വയർമെന്റ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യണം, കമ്പനിയുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഒരു മോട്ടിവേഷൻ ആണ് അല്ലെ. ആ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള ആ ഒരു ആവശ്യമുണ്ട്. ആ ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മോട്ടിവേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ കമ്പനിക്ക് തോന്നുകയാണ് അവരുടെ പെർഫോമൻസ് മറ്റുള്ള കമ്പനികളെക്കാളും കുറേയും കൂടി ഇംപ്രൂവ് ചെയ്യണം, അതൊരു കമ്പാരിസൺ വരും അല്ലെ. ബിസിനസ് ഒക്കെ ആവുമ്പോൾ ഒരു കമ്പാരിസൺ ഉണ്ട്. അപ്പൊ ഒരു കമ്പനിക്ക് തോന്നുകയാണ് അവരുടെ ക്വാളിറ്റി കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണം. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഇംപ്രൂവ്മെന്റ് കണ്ടതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കാം കമ്പനിക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, അപ്പോ അങ്ങനെ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ആ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ തോന്നും, ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ ആ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് that is the result of outside motivation, that is influenced by the external factors. കേട്ടോ, അത്രയുമാണ് അതിലുള്ളത്. അതൊക്കെ ഓരോ പോയിന്റുകളാണ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എൻ എഡ്യൂക്കേഷൻ പ്രോസസ്. സിംപിളി നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് എൻ എംപ്ലോയി. ഓക്കെ, പിന്നെ നമ്മൾ മറ്റൊരു പോയിന്റ് എന്താ പറഞ്ഞത്, ട്രെയിനിങ് ഇസ് എ ഷോർട്ട് ടേം ഫോക്കസ്ഡ് പ്രോസസ് ആണ് അല്ലെ. ഇമീഡിയറ്റ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. മറ്റൊരു പോയിന്റ് എന്താണ്, ട്രെയിനിങ് ഹാസ് എ ഫിക്സഡ് ഡ്യൂറേഷൻ. ട്രെയിനിങ്ങിന് ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ട്രെയിനിങ് ഈസ് കണ്ടക്ടഡ് ബൈ ദ മാനേജ്മെന്റ്. ട്രെയിനിങ് ആരാണ് കണ്ടക്ട് ചെയ്യുന്നത്, ആ കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ, പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരിക്കും അല്ലെ. പിന്നെ ആറാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറയുന്നത്, എന്തുകൊണ്ട് നമ്മൾ പറയുന്നത്, ദ ട്രെയിനിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ മോട്ടിവേഷൻ അല്ലെ. എക്സ്റ്റേണൽ മോട്ടിവേഷൻ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഒരു ട്രെയിനിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. ട്രെയിനിങ് ഈസ് കണ്ടക്ടഡ് ബൈ ട്രെയിനിങ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. കേട്ടോ, ഓക്കെ, ഇത്രയും മനസ്സിലായോ? ട്രെയിനിങ്ങിനെ പറ്റിയുള്ള ഒരു ഫൈനൽ ഒരു ഇതാണ് അവിടെ പറയുന്നത്. ട്രെയിനിങ് ഈസ് മോട്ടിവേറ്റഡ് ബൈ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാൽ മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വികാസമാണ്, വികസനമാണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ ഇവിടെ ചിന്തിക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. നോക്കാം, ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു എൻ ഇൻഫർമേഷൻ പ്രോസസ്. കണ്ടോ, അത് നമ്മൾ പറഞ്ഞു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എഡ്യൂക്കേഷൻ പ്രോസസ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഇൻഫർമേഷൻ പ്രോസസ് ആണ് അല്ലെ. ഇതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ്. എങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, വിച്ച് മെയിൻലി ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഇംപ്രൂവ്മെന്റ്
ഓഫ് ദ സ്കിൽസ് ഓഫ് ദ എംപ്ലോയി. അതായത് ഒരു എംപ്ലോയിയുടെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള അവരുടെ വളർച്ചയും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റും മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതൊരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ എംപ്ലോയിയുടെ മൊത്തത്തിലുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ അവരുടെ ഒരു ഇംപ്രൂവ്മെന്റ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് അല്ലെ. അതേസമയം മറ്റൊരു ട്രെയിനിങ് അങ്ങനെയാണോ? അല്ല. ആ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ട് അവരുടെ നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് ട്രെയിനിങ് എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഒരു എംപ്ലോയി എന്നുള്ള രീതിയിൽ അവരുടെ മൊത്തത്തിലുള്ള വളർച്ച എത്രത്തോളം ഉണ്ട്, അവരുടെ ഇംപ്രൂവ്മെന്റ് എത്രത്തോളം ഉണ്ട്, അത് മനസ്സിലാക്കുന്നതിനുള്ള സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. So simply we can say it is a process of learning and growth. Underline ചെയ്യാം കേട്ടോ. It is a process of learning and growth. ഇത് ലേണിംഗിന്റെയും അതൊരു പഠനത്തിന്റെയും വളർച്ചയുടെയും ഒരു പ്രോസസ് ആണ്. അവിടെ നമ്മൾ പറഞ്ഞത് ഇൻക്രീസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ എന്നാണ് പറഞ്ഞത് അല്ലെ. ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. പഠനത്തിന്റെയും വളർച്ചയുടെയും ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ developments are performed in an aim of improving the knowledge and skill to face the future challenges. കണ്ടോ? അപ്പൊ അവരുടെ ഫ്യൂച്ചർ ചാലഞ്ചസ് വെച്ച് ഭാവിയിൽ വരാൻ പോകുന്ന വെല്ലുവിളികളെ നേരിടാൻ തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എന്നല്ല നമ്മളെ തൊട്ട് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിനേക്കാൾ ഉപരി ഭാവിയിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെ ഫേസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. That's why it is a long term focused അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു ട്രെയിനിങ് ഒരു ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആക്ടിവിറ്റി ആണ്, ഒരു പ്രോസസ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ലോങ് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രോസസ് ആണ്. കാര്യം എന്താണ്? നമ്മൾ ഭാവിയെ നോക്കി കണ്ടുകൊണ്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് അല്ലെ, വികസനം നടക്കുന്നത് അല്ലെ. ഓക്കെ. Which takes place throughout the life of a person. കണ്ടോ? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് ടേക്ക് പ്ലേസ് ത്രൂഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. അതൊരു പേഴ്സന്റെ ജീവിതകാലത്തിലുടനീളം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. വികാസം അല്ലെങ്കിൽ വികസനം എന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെ പ്രായവും കാര്യങ്ങളോ ഒന്നുമില്ല അല്ലെ. എപ്പോ വേണമെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവാം, ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇന്ന പ്രായമോ ഇന്ന സമയത്തെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ അറിവ്, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നേടുന്ന പല അറിവുകളും നമ്മളെ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഏത് പ്രായത്തിൽ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. ചിലപ്പോൾ ഒരുപാട് പ്രായം എത്തുമ്പോഴാവും നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ പണ്ട് ചിന്തിച്ചതിനേക്കാളും കൂടുതൽ ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ അപ്പോഴാണ് ചിന്തിക്കുന്നത് അല്ലെ. അത് ഓവറോൾ ആ വ്യക്തിന്റെ ഡെവലപ്മെന്റിനെ സഹായിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ നടക്കുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. മെയിൻലി ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ സെൽഫ്. ഓക്കെ. ഇവിടെ എന്താണ് ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സെൽഫ് ആണ്. അതായത് നമ്മള് സ്വയം മുന്നോട്ടിറങ്ങി അല്ലെങ്കിൽ നമ്മളൊരു സ്വയം സംരംഭക പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആരും നമുക്ക് തരുന്നതല്ല, അത് നമ്മൾ സ്വയമാണ് ഉണ്ടാക്കുന്നത് അല്ലെ. നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഡെവലപ്മെന്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സെൽഫ്. ഓക്കെ. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് സെൽഫ് മോട്ടിവേഷൻ. എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സെൽഫ് മോട്ടിവേഷൻ. അത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആണ് അല്ലെ. അല്ലാണ്ട് ആരും പറഞ്ഞല്ല. ഒരു ഡെവലപ്മെന്റ് ശരിയായ രീതിയിൽ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് പറഞ്ഞു തന്നേക്കാൾ ഉപരി നമ്മൾ സ്വയം സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നടക്കുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റ്. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ പ്രോസസ് ആണ് പറഞ്ഞത്, ഇവിടെ അത് ഇൻഫർമേഷൻ പ്രോസസ് ആണ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത് ആണ്. ഓക്കെ. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ഫോക്കസ്ഡ് പ്രോസസ് ആണെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഫോക്കസ്ഡ് പ്രോസസ് ആണ്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു ട്രെയിനിങ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? ഇറ്റ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ദ സെൽഫ് അല്ലെ. അതുപോലെ ട്രെയിനിങ് ഈസ് മോട്ടിവേറ്റഡ് ബൈ ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണെങ്കിൽ
ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോട്ടിവേറ്റഡ് ബൈ ദി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നടക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് നടക്കുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ ട്രെയിനിങ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ആ ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസുകൾ ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിച്ച ഡിഫറൻസുകൾ ഉൾപ്പെടെയുള്ള പോയിന്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവാം. അവിടെ പഠിച്ച അതേ കാര്യങ്ങൾ കേട്ടോ. നോക്കാം, ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ്, ഡെവലപ്മെന്റ് ഈസ് എ പ്രോആക്റ്റീവ് പ്രോസസ്. അതെന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ്. റിയാക്റ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ റെസ്പോൺസ് ടു എ സ്പെസിഫിക് ടാസ്ക്. അതായത് ചില പ്രത്യേക ടാസ്കിനോടുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്കൊരു ജോലി തന്നു, ആ ജോലി ചെയ്യാനായിട്ട് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രെയിനിങ് നേടുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്? അതൊരു റിയാക്റ്റീവ് പ്രോസസ് ആണ്, റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റെസ്പോൺസ് ടു എ സ്പെസിഫിക് റിയാക്ഷൻ അല്ലെ, അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്കിനോടുള്ള ഒരു റെസ്പോൺസ് എന്നുള്ള രീതിയിലുള്ള റിയാക്റ്റീവ് പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോആക്റ്റീവ് പ്രോസസ് ആണ്. പ്രോആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫ്യൂച്ചർ നീഡ്സിനെ, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന നീഡ്സിനെ, റിക്വയർമെന്റ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ? അപ്പൊ അത്രയേ ഉള്ളൂ. പ്രോ മീൻസ് ബിഫോർ എന്നുള്ള അർത്ഥമാണ്. പ്രോ ആക്റ്റീവ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫ്യൂച്ചർ നീഡ്സിനെ അല്ലെങ്കിൽ നമ്മൾ അത് ആന്റിസിപ്പേറ്റ് ചെയ്ത് കാണാറ്, നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ് ഈസ് എ റിയാക്റ്റീവ് പ്രോസസ്, ഡെവലപ്മെന്റ് ഈസ് എ പ്രോആക്റ്റീവ് പ്രോസസ്. രണ്ടാമത്തെ പോയിന്റ്, ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്. അപ്പൊ എന്താ ഇതിന്റെ വ്യത്യാസം മനസ്സിലാവില്ല അല്ലെ? ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ട്രെയിനിങ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ദ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ എന്താണ്? എംപ്ലോയീസിന്റെ ക്ലറിക്കൽ റോൾസ് കേട്ടോ. അതായത് പ്രധാനമായിട്ടും ഈ ക്ലറിക്കൽ റോൾസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന എംപ്ലോയീസുകൾ അല്ലെങ്കിൽ അത്തരം ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, അവരൊക്കെയാണ് പൊതുവെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അവരൊക്കെയാണ്. അതായത് ക്ലറിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഏറ്റവും സുപ്പീരിയർ ലെവലിൽ ഇരിക്കുന്ന ആളുകളല്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകള്, ക്ലറിക്കൽ റോളുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകളാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്? ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് അവരാണ്. അതേസമയം development is mainly attended by individuals. That means development is mainly attended by the employees in the managerial roles. മാനേജീരിയൽ റോളുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് ട്രെയിനിങ്ങിനേക്കാൾ ഉപരി ഡെവലപ്മെന്റ് ആണ്. കാര്യം അവര് മാനേജീരിയൽ റോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗവേണിംഗ് ബോഡീസിലൊക്കെ ഉള്ള സ്റ്റാഫുകള്, സിഇഒ അല്ലെങ്കിൽ CFO പോലെയുള്ള എക്സിക്യൂട്ടീവ്സുകളൊക്കെ അങ്ങനെയുള്ളവർക്കാണ് ഡെവലപ്മെന്റ് ആവശ്യമുള്ളത്. കാര്യം അവരെന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്നതാണ്. അവരാണ് ആ എൻറ്റയർ ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ മുഴുവൻ സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവരാണ് അല്ലെ. അപ്പൊ അവർക്ക് ശരിക്കും ഡെവലപ്മെന്റ് ആണ് ആവശ്യം. ട്രെയിനിങ് ആണെന്ന് വെച്ചാൽ എല്ലാത്തിനെയും പറ്റിയുള്ള ഒരു നല്ലൊരു അറിവോട് കൂടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അവർക്ക് ആവശ്യം. അതേസമയം ക്ലറിക്കൽ ടാസ്കുകൾ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ അവര് സൂപ്പർവൈസറി റോള് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവർക്ക് ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. അതേസമയം ഒരു ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അത് ചില ജോലികൾ ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അവരെ സംബന്ധിച്ച് അവർ ഹാൻഡ് ഓൺ ജോബ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ആ ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പരിശീലനം കിട്ടണം. അവർക്ക് ട്രെയിനിങ് ആണ് വേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ട്രെയിനിങ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആൻഡ് ഫോർ എ ഫിക്സഡ് ഡ്യൂറേഷൻ. നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഡെവലപ്മെന്റ് ഈസ് എ ലോങ് ടേം ഫോക്കസ്ഡ് വിച്ച് ടേക്ക് പ്ലേസ് ത്രൂഔട്ട് ദ ലൈഫ് ഓഫ് എ പേഴ്സൺ. വീണ്ടും പറയുന്നില്ല, നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്. നാലാമത്തെ പോയിന്റ് ഇതാണ്, ട്രെയിനിങ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ബൈ ദ മാനേജ്മെന്റ്. പറഞ്ഞല്ലോ, ട്രെയിനിങ് ആരാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്? ബൈ ദ മാനേജ്മെന്റ് ആണ്. അതായത് അവിടുത്തെ HR മാനേജ്മെന്റ് ആയിരിക്കും. പക്ഷെ ഡെവലപ്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഔട്ട്സൈഡ് മോട്ടിവേഷൻ അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷന്റെ, സെൽഫ് മോട്ടിവേഷന്റെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പോയിന്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. കൺമ്യൂട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താണ് ട്രെയിനിങ് ഇൻഡിവിജ്വൽസ് ആരാണെന്ന് പറഞ്ഞല്ലേ. അതായത് ട്രെയിനിങ്ങില് എന്താണ് ഈസ് മെയിൻലി അറ്റൻഡ് ബൈ ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയീസ് ഇൻ ക്ലറിക്കൽ റോള് കേട്ടോ. അതായത് ക്ലറിക്കൽ റോളുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകളില്ലേ, അവർക്കാണ് ട്രെയിനിങ് ആവശ്യമുള്ളത്. ആ ക്ലറിക്കൽ ടാസ്ക് ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ് അവർക്ക് വേണം. അതേസമയം ഡെവലപ്മെന്റ് തന്നെ വികാസമാണ്.
അത് കൂടുതലും സൂപ്പർവൈസറി റോളുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന സ്റ്റാഫുകളിലെ അവർക്ക് വേണ്ടത് എന്താണ്? ഡെവലപ്മെന്റ്. മനസ്സിലായ? ഓക്കെ, അതിന് ക്ലിയർ ആയ? അപ്പോ ഇത്രയും ഭാഗങ്ങൾ നല്ലപോലെ വായിക്കുക, മനസ്സിലാക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്യണം കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാല് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരരുത്. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ. അപ്പൊ ക്ലാസ് കേൾക്കാം, നന്നായിട്ട് വായിക്കാം, മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ക്ലാസ് ചിലപ്പോൾ മനസ്സിലായാൽ കൂടി മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്താലാണ് എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും കേട്ടോ. കാരണം ടൈം മാനേജ് ചെയ്യാനും ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തിട്ടേ ഇരിക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത റിലേറ്റഡ് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.